ഭാവിയിൽ ലഭിക്കുമെന്ന് കരുതാവുന്ന UDF പ്രവേശനത്തിന് വേണ്ടി അങ്ങനെ അനന്തമായിട്ട് കാത്തിരുന്ന് തൻ്റെ ഒരു സാന്നിധ്യവും അതിൻ്റെ ഊർജവും തൻ്റെ ഒരു VIP പരിവേഷവും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം കൊണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് PV അൻവർ കർശനമായ നിലപാടുകളിലേക്ക് പോയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയോര ജനത തഴയപ്പെട്ടു. ആ വാക്കിന് പിൻവലിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റിയ വ്യക്തിയല്ല ആര്യാടൻ ഷൗക്കത്ത് മലയോര ജനതയെ സംബന്ധിച്ചെങ്കിലും എന്നുള്ള ഒരു സന്ദേശം നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വാക്ക് ഉപയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ വീണ്ടും ഒരു സ്പേസ് ഇട്ട് കൊടുത്തിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയാമായിരുന്നു. മലയോര ജനത തഴയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മലയോര ജനതയുടെ താല്പര്യം നിറവേറ്റാൻ പറ്റിയ ഒന്നല്ല UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നതിലൂടെ പ്രചാരണത്തിന് പോകുമോ എന്നുള്ള ചോദ്യത്തെ പോലും അപ്രസക്തമാക്കിക്കൊണ്ട് നേരെ വിപരീത പ്രചാരണം നടത്തുകയാണ്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു. ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായ രീതിയിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ വിപരീത പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം ഒരു പക്ഷേ PV അൻവർ പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദതന്ത്രം അത് വളരെ വേഗത്തിൽ ഫലം കാണും എന്നുള്ളതായിരുന്നു. അതായത് ഇന്നത്തെ KPCC യോഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ UDF പ്രവേശനത്തിന് പരിഗണന നൽകും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് നടപ്പായില്ല. സ്ഥാനാർത്ഥി നിർണയത്തിന് അപ്പുറത്തേക്കും അല്ലെങ്കിൽ താൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തേക്കും PV അൻവർ പ്രതീക്ഷിച്ചിരുന്നത് UDFലെ ഘടകകക്ഷിയാകുക എന്നുള്ളതാണ്. അത് തൃണമൂൽ കോൺഗ്രസിനെ UDFലെ ഘടകകക്ഷിയാക്കിക്കൊണ്ട് അത്തരത്തിൽ പിന്നീട് ഓരോ കാര്യങ്ങളിലും വാദമുഖങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോവുക എന്നൊരു ലക്ഷ്യം PV അൻവറിനുണ്ടായിരുന്നു. അത് ഈ ചർച്ചകളിലെങ്ങും തന്നെ അതിനൊരു ഫലം കാണാത്തത് കൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം രൂക്ഷമായ വിമർശനവുമായി PV അൻവർ രംഗത്തെത്തിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായൊരു അഭിപ്രായം ഇന്ന് വൈകുന്നേരത്തും രാവിലെയുമായൊക്കെ പ്രകടിപ്പിച്ചതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന ആവശ്യം UDF പ്രവേശനം തന്നെയായിരുന്നു. അതിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥി നിർണയമോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലോ ഒന്നുമല്ല. അതിൻ്റെ കൂടെ അല്പം മതവികാരം കൂടി, അതായത് മലയോര കർഷകർ എന്ന് പറയുമ്പോഴേക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിൽ നിന്നും ഈ നിലമ്പൂരിൽ എത്തി ഭൂമി കണ്ടെത്തി അവിടെ കൃഷി ചെയ്ത് വരുന്ന 20,000-ഓളം വരുന്ന ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരുണ്ട്. ആ വോട്ടർമാരെ കണ്ണുവെച്ചുകൊണ്ടും അവരിലേക്ക് ഒരു ചെറിയ തരത്തിൽ അവരുടെ മനസ്സൊന്ന് മാറ്റുന്നതിന് വേണ്ടി ഒരു നീക്കം പോലെയാണ് PV അൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മലയോര മേഖലയിലെ ജനങ്ങളെ അവഗണിച്ചു എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം അദ്ദേഹം കാണുന്നില്ല. എന്തായാലും അതിനെയൊക്കെ കടത്തിവെട്ടിക്കൊണ്ട് തന്നെ ഈ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ, അവരുടെ വിഷയങ്ങൾ അതൊന്നും തന്നെ കഴിഞ്ഞ 10 വർഷമായി പരിഗണിക്കാൻ ഇടത് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും അല്ലെങ്കിൽ രണ്ടുപേരും PV അൻവറും ആര്യാടൻ ഷൗക്കത്തും പ്രധാനമായും കണ്ണുവെച്ച് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്നും കുടിയേറിയിരിക്കുന്ന വിഭാഗത്തിനെയാണ്, അല്ലെങ്കിൽ കർഷക വിഭാഗത്തിനെയാണ്. അവരാണ് ഇവിടുത്തെ ഒരു കൃത്യമായ ഒരു വോട്ട് ബാങ്ക്. അതുകൊണ്ടാണ് VS ജോയി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയം വരിക്കാൻ കഴിയുമെന്നൊക്കെ PV അൻവർ നേരത്തെ അവകാശവാദം ഉന്നയിച്ചിരുന്നത്. അത് ഒരിക്കൽ കൂടി ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മലയോര കർഷകരെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്കൊപ്പം അവരാണ് നിർണായക ശക്തികൾ ഇവിടുത്തേത് എന്ന് പറഞ്ഞു വയ്ക്കുന്ന തരത്തിലേക്ക് അൻവർ തൻ്റെ അഭിപ്രായം ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. MS ഈ ഒരു സന്ദർഭത്തിൽ BJPക്ക് കൃത്യമായൊരു തീരുമാനമെടുക്കാൻ വീണ്ടും 2 ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് പറയേണ്ടതുണ്ട്. കാരണം PV അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും വായുവിൽ നിൽക്കുന്നുണ്ട്. PV അൻവറിൻ്റെ അടുത്ത നിലപാട് എന്ത് എന്നുള്ളത് പ്രധാനമാണ്. പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നിൽ, അതായത് ഏത് പാർട്ടിയാണോ ഒരു ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പാർട്ടിയായ മമതാ ബാനർജിയുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ സംസ്ഥാന കോർഡിനേറ്ററായിട്ട് PV അൻവറിനെ ചാർത്തിക്കൊടുക്കുകയും അതിനുശേഷം PV അൻവറിന് ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഇവിടെ കേരളത്തിൽ തനിക്കുള്ള സ്റ്റാൻഡ് എന്താണ് എന്ന് തെളിയിച്ചു കൊടുക്കാനുള്ള അവസരമായിരുന്നു ഇന്നത്തെ ഈ ദിവസം. അതായത് താൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല, പകരം UDFിലേക്കുള്ള പ്രവേശനം ഞാൻ സാധ്യമാക്കിയിരിക്കുന്നു എന്ന് പറയാവുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഈ ദിവസമല്ലെങ്കിൽ പിന്നെ മറ്റൊന്നില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്ത്രങ്ങൾ മാറി മറിഞ്ഞേക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അല്ല എന്ന് വന്നേക്കാം. അങ്ങനെയുള്ള ഒരു നിസ്സഹായത, രാഷ്ട്രീയ കേരളത്തിൽ തൻ്റെ നിലനിൽപ്പ് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഈ കഴിഞ്ഞ നാളുകളിലുടനീളം അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അസ്വസ്ഥത അതിൻ്റെ പരമകാഷ്ഠയിൽ നിൽക്കുന്നു എന്ന് പറയേണ്ടി വരുമോ?
തീർച്ചയായും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PV അൻവർ എന്താണോ ലക്ഷ്യം വെച്ചിരുന്നത് അത് നടന്നിട്ടില്ല. അതായത് ഈ കാരണം UDFിൻ്റെ മുന്നിൽ, കോൺഗ്രസിൻ്റെ മുന്നിൽ ഒരു വ്യക്തമായ ചിത്രം PV അൻവറിനെ കുറിച്ചുണ്ട്. അതായത് ഇടതു മുന്നണിക്കൊപ്പം നിൽക്കുകയും കൃത്യമായി പ്രത്യക്ഷത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ തരത്തിലുള്ള ഒരു അഴിമതി ആരോപണം നിയമസഭയിൽ ഉന്നയിക്കുകയും അതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്ത ഒരാളാണ് PV അൻവർ. ആ സാഹചര്യത്തിൽ PV അൻവർ എടുക്കുന്ന നിലപാടുകൾ അത് എപ്പോഴും മുന്നണിക്കും കോൺഗ്രസിനുമൊക്കെ വലിയ തരത്തിൽ പല ആവർത്തിയെങ്കിലും പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് നല്ലവണ്ണം കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാം. കാരണം അവരുടെ മുന്നിൽ ഒരു അനുഭവക്കുറിപ്പായിട്ട് ഈ സംഭവങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അൻവർ ഉയർത്തിയ ഭീഷണിക്ക് മുന്നിൽ യാതൊരു കാരണവശാലും മുട്ടുമടക്കണ്ട എന്നൊരു നിലപാടിലേക്ക് അവർ എത്തിച്ചേർന്നതും. ആ തീരുമാനത്തിൽ അതായത് പെട്ടെന്ന് UDFിലേക്ക് പ്രവേശനം നൽകിക്കഴിഞ്ഞാൽ അൻവറിൻ്റെ ആവശ്യം വളരെ വേഗത്തിൽ സാധിച്ചു കൊടുത്തു എന്നൊരു തരത്തിലേക്ക് അൻവർ എത്തും. അത് പിന്നീട് UDFിനകത്ത് തന്നെ വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കും. കാരണം UDFിൽ ഘടകകക്ഷികളാകുന്നതിന് വേണ്ടി നിൽക്കുന്ന പല പാർട്ടികളുമുണ്ട്. പ്രത്യേകിച്ചും പല UDF വിട്ടുപോയ പല രാഷ്ട്രീയ പാർട്ടികളെയും തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ പല സ്ഥലങ്ങളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഒരാൾക്ക് വേണ്ടി മാത്രം വളരെ വേഗത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് കോൺഗ്രസിനും UDFിനും ഒക്കെ ഭാവിയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് VD സതീശൻ തൻ്റെ ഇപ്പോൾ നടത്തിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിപ്രായ പഠനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം UDFിൻ്റെ ഭാഗമാകും. എപ്പോൾ എങ്ങനെയെന്നുള്ളത് ഉടൻ തന്നെ ഞാൻ പ്രഖ്യാപിക്കും എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് ചില സന്ധി സംഭാഷണങ്ങൾ, ചില ചർച്ചകളൊക്കെ അനിവാര്യമാണ്. UDF ഘടകകക്ഷികളെ കൂടി അവരുടെ പറയുന്ന വാക്കുകൾ കൂടി മുഖവിലക്കെടുക്കണം. അല്ലാതെ വളരെ വേഗത്തിൽ കോൺഗ്രസിന് മാത്രം ഒരു തീരുമാനമെടുത്തുകൊണ്ട് അൻവറിനെ ഒപ്പം നിർത്താനോ UDFിലേക്ക് കൊണ്ടുവരാനോ കഴിയില്ല. അത് മുന്നണി മര്യാദകൾക്ക് എതിരാണ് എന്ന് വളരെ വ്യക്തമായി കോൺഗ്രസ് നേതാക്കന്മാർക്കറിയാം. ഒപ്പം അവരുടെ മുന്നിൽ അൻവർ CPM തമ്മിലുണ്ടായിരുന്ന ബന്ധങ്ങളും അത് പിന്നീട് പിരിയുന്നതുമെല്ലാം കണ്ട ഒരു ഗുണപാഠം കൂടി അവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ആലോചിച്ച ശേഷം മാത്രമായിരിക്കും അൻവറിനെ UDFിലേക്ക് കൊണ്ടുവരുന്നതിനൊരു തീരുമാനമെടുക്കുക. അതാണ് എപ്പോൾ എങ്ങനെ പറയും എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു വെക്കുന്നത്. മാത്രവുമല്ല UDFിലേക്ക് അൻവർ വന്നു കഴിഞ്ഞാൽ, അൻവർ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിലമ്പൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചും നന്നായി ബോധത്തോടെ അവർ ചിന്തിച്ചിരിക്കുന്നു. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി 8-9 മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കാം. അത്തരത്തിൽ UDFിൽ നിന്നും 2-3 സീറ്റുകൾ ചോദിക്കാം. വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ കോൺഗ്രസിന് കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറയും. ഇതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഉടൻ UDF പ്രവേശനം എന്നതിൽ നിന്നും കോൺഗ്രസും ഘടകകക്ഷികളും അല്പം ഒന്ന് മൗനം പാലിച്ച് പിറന്നോട്ട് നിൽക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. MS അതിൽ അല്പം ഒന്ന് മൗനം പാലിച്ച് പിറകിൽ നിൽക്കുന്നു എന്നുള്ള നമ്മുടെ ഭാഷ്യത്തിനെ PV അൻവറിന് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അല്പം ഒന്ന് മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ രാഷ്ട്രീയത്തിൽ, പ്രായോഗിക രാഷ്ട്രീയത്തിൽ അതിൽ ഏത് നിമിഷവും വഞ്ചന കലർന്ന് ആ വാഗ്ദാനം പിൻവലിക്കപ്പെട്ട് പോയേക്കാം എന്നുള്ളതിൻ്റെ ചരിത്രം ധാരാളമുണ്ട്. ബിനോയ് ഇപ്പോൾ മുന്നണി മര്യാദ എന്ന വാക്ക് ഉപയോഗിച്ചു. ഈ മുന്നണി മര്യാദ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ UDFിലേക്ക് പ്രവേശനം ഉണ്ട്, ഒന്ന് കാത്തു നിൽക്കൂ എന്ന് പറയുന്ന നിമിഷം മുതൽ തന്നെ ആ വ്യക്തി ഒരർത്ഥത്തിൽ UDFിൻ്റെ നിയമങ്ങൾക്കും UDFിൻ്റെ ചട്ടങ്ങൾക്കും ക്രമങ്ങൾക്കും ബാധകമായ വ്യക്തിത്വമുള്ള രാഷ്ട്രീയ വ്യക്തിത്വമായി മാറിക്കഴിഞ്ഞു. പക്ഷെ അങ്ങനെ UDFിലേക്ക് PV അൻവർ വരിക തന്നെ ചെയ്യും, ആ പ്രവേശനം ഉണ്ടാവും, അതിൽ ഒരു തടസ്സവും ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വേളയിൽ തന്നെ മുന്നണി മര്യാദ എന്ന വാക്കിനെ പൂർണ്ണമായിട്ടും മുന്നണിക്ക് അകത്തല്ലെങ്കിൽ പോലും ആ മുന്നണിയിലേക്ക് കയറാൻ പോകുന്നു എന്നുള്ള തോന്നൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട വ്യക്തി എന്താണ് ചെയ്യുന്നത്? ആ മുന്നണി ഏകണ്ഠമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയെ തള്ളി പറയുന്നു. ആ സ്ഥാനാർത്ഥി മലയോര ജനതയ്ക്കൊപ്പമല്ല, ആ സ്ഥാനാർത്ഥി മറ്റൊരു അർഹനായ മറ്റൊരു സ്ഥാനാർത്ഥി ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ട് തഴയപ്പെട്ടു, അതിന് പകരം വന്ന സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുന്നതിലൂടെ മുന്നണിക്ക് അകത്ത് കയറും മുമ്പ് തന്നെ എല്ലാ മര്യാദകളെയും ലംഘിക്കുന്ന ഒരു വ്യക്തിയെ ഇനി ഈ മുന്നണിയിലേക്ക് കയറ്റേണ്ടതുണ്ടോ എന്നുള്ള മറു ചോദ്യങ്ങൾ ധാരാളം വരാൻ സാധ്യതകളില്ലേ?
തീർച്ചയായും അത്തരത്തിൽ വരും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ അവസാന വേളയിൽ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് തൊട്ടു പിന്നാലെ തൻ്റെ അതൃപ്തി അറിയിച്ചുകൊണ്ട് PV അൻവർ എത്തിയത് UDFിലെ മറ്റു ഘടകകക്ഷികൾ വലിയ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടും. കാരണം ഇവിടെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് UDF ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ചില സമയങ്ങളിലൊക്കെ വ്യത്യസ്തമായ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി UDFിനകത്ത് ഘടകകക്ഷികൾ ഒറ്റക്കെട്ടാണ്, ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. അവർക്ക് പ്രശ്നങ്ങളില്ലാതെ പോകുമ്പോൾ അൻവർ ഇപ്പോൾ അവസാനം നടത്തിയിരിക്കുന്നത്. കാരണം പടിവാതുക്കൾ നിൽക്കുകയാണ്, UDFിലേക്ക് പ്രവേശനത്തിൻ്റെ പടിവാതുക്കൾ നിൽക്കുന്ന PV അൻവർ ഇനി അകത്തേക്ക് കയറിയാൽ മതിയാവും. പക്ഷേ ആ സമയത്താണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള അതൃപ്തി. മാത്രവുമല്ല, അദ്ദേഹം തന്നെ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയതുപോലെ VS ജോയിയുടെ പേര് അദ്ദേഹം പറഞ്ഞുകൊണ്ടെത്തുന്നു. അത് VS ജോയിക്ക് പിന്തുണ പറയുന്നു. ഒപ്പം VS ജോയിക്ക് പിന്തുണ നൽകിയില്ല എങ്കിൽ ആ അൻവർ പറഞ്ഞ സ്ഥാനാർത്ഥിയെ നിർത്താത്തത് കൊണ്ട് മലയോര മേഖലയിലെ കർഷകരുടെ പിന്തുണ കിട്ടാൻ സാധ്യത കുറവ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അർത്ഥം രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം PV അൻവർ ഉയർത്തിയിരിക്കുന്നു. അത് വരും ദിവസങ്ങളിൽ ഒരു നല്ല സൂചനയല്ല നൽകുന്നത്. കാരണം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ PV അൻവറുമായിട്ട് പല ആവർത്തി പലതരത്തിൽ ചർച്ച നടത്തി. വൈകിയ വേളയിൽ വൈകിട്ടും അവർ ചർച്ച നടത്തിയിരുന്നു. എന്നിട്ടും ആ ചർച്ചകൾ ഒന്നും തന്നെ അംഗീകരിക്കാതെ മുതിർന്ന ലീഗ് നേതാക്കന്മാരുമായിട്ടാണ് ചർച്ച നടത്തി. ആ ചർച്ചകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിക്കാതെ പരസ്യമായി രംഗത്തെത്തിക്കൊണ്ട് ഇതൊരു വെല്ലുവിളിയുടെ സ്വരം തന്നെയാണ് ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്. 2 ദിവസത്തിനുള്ളിൽ ഞാൻ പറയാനുള്ളത് പറയും എന്ന് പറയും. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ പിന്നിൽ ആൾബലമുണ്ടോ ഇല്ലയോ എന്നല്ല, പക്ഷേ പ്രതിഷേധവും എതിർപ്പുമായി അൻവർ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. MS. അതെ, UDFിൻ്റെ പ്രചാരണത്തിന് തൽക്കാലം ഇല്ല എന്ന് പറയുന്ന ബിനോയ് ആത്യന്തികമായിട്ട് ചെയ്തിരിക്കുന്നത് UDFിനെതിരെ പ്രചാരണം നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. UDF പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയെ തന്നെ തള്ളി പറയുന്നു. ആ സ്ഥാനാർത്ഥി വാസ്തവത്തിൽ വേണ്ടത് VS ജോയിയാണ് എന്ന് പറയുന്നു. VS ജോയിക്ക് ഗോഡ് ഫാദർ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ സ്വജനപക്ഷപാതം ഉണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. വാസ്തവത്തിൽ അങ്ങനെ പ്രചാരണത്തിന് 2 ദിവസം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ പ്രചാരണത്തിനില്ല എന്ന് മാത്രമല്ല, നേരെ എതിർ പ്രചാരണത്തിനാണ് താൻ ഉള്ളതെന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ഇന്ന് PV അൻവറിൻ്റെ ഈ പരസ്യമായിട്ടുള്ള അതൃപ്തി പ്രകടനം ഇല്ലായിരുന്നുവെങ്കിൽ ഇത് സ്മൂത്തായി നടന്ന ഒരു സ്ഥാനാർത്ഥി നിർണ്ണയമാണ്. PV അൻവറും അതിനോട് യോജിക്കുന്നു, ഞാനും UDFിന് വേണ്ടി പ്രചാരണത്തിന് പോകും എന്നുള്ള ഒരു മറുപടിയാണ് വന്നിരുന്നെങ്കിൽ നാളെ തന്നെയോ ഏറ്റവും അടുത്ത ദിവസം തന്നെയോ LDFിൻ്റെ സ്ഥാനാർത്ഥിയെ ധൃതി പിടിച്ച് പ്രഖ്യാപിക്കേണ്ടി വന്നേനെ. ഇതിപ്പോൾ LDFിന് ഒന്നുകൂടി ആലോചിക്കാൻ എന്താണ് കറങ്ങിത്തിരിഞ്ഞു വരുന്നത്, അൻവറിൻ്റെ സ്ട്രാറ്റജി എന്താണ്, അതിനൊക്കെ അനുസരിച്ചുള്ള അത് പ്രകാരമുള്ളൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന പ്രോസസ്സിലേക്ക് മാറേണ്ടി വരുമോ? അല്ല, MS, അത് മനസ്സിലാക്കേണ്ട ഒരു പാലക്കാടൻ സ്റ്റൈലിലേക്ക് പോകേണ്ടി വരുമോ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം സരിൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ ഇടത് സ്വതന്ത്രനായി മത്സരിപ്പിച്ചതാണ് പാലക്കാട് നമ്മൾ കണ്ടത്. അത്തരത്തിൽ അത് കഴിഞ്ഞ ദിവസം തന്നെ ഗോവിന്ദ മാസ്റ്ററോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു, ഒരു പാലക്കാടൻ പരീക്ഷണം നിലമ്പൂരിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ പിന്നീട് പറയാം, സ്ഥാനാർത്ഥിയുടെ കാര്യങ്ങൾ പിന്നീടാകട്ടെ എന്ന തരത്തിലേക്ക് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻവർ ഉപയോഗിച്ച വാക്കുകൾ, ആ വാക്കുകളെ പ്രത്യക്ഷത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അത് തള്ളുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ PV അൻവറുമായിട്ട് കോൺഗ്രസ് ഇനി ഒരു ചർച്ചയ്ക്ക് പോകില്ല. അത് നേരത്തെ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞതാണ്. കാരണം അവർ നേരത്തെ കോൺഗ്രസ് നേതാക്കന്മാരുമായി വളരെ നേരത്തെ കൂടിക്കാഴ്ച നടത്തിയപ്പോഴൊക്കെ നേരത്തെ പറഞ്ഞതാണ് UDFിലേക്ക് വരാം, UDFിലേക്ക് സ്വീകരിക്കും, പക്ഷേ അത് എപ്പോഴെങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അതേ ഘട്ടത്തിൽ അതുപോലെ UDFിൻ്റെ പ്രവേശനത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുമ്പോഴായിരുന്നു ഇപ്പോൾ പരസ്യമായി കോൺഗ്രസിനെയും ഒപ്പം UDFിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ടും സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തു പറഞ്ഞുകൊണ്ടും അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല LDF അവരുടെ തന്ത്രം കൃത്യമായി മെനയുന്നതിൻ്റെ ഭാഗമായി സ്ഥാനാർത്ഥി നിർണ്ണയം ഒരു പക്ഷേ 2-3 ദിവസത്തേക്ക് നീളാനുള്ള സാധ്യത MS പറഞ്ഞ പോലെ സംഭവിക്കും. കാരണം ചില പരീക്ഷണങ്ങൾ, ചില ചർച്ചകൾ, ചില ആളുകളുമായുള്ള വിലപേശലുകൾ ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും, ഏതെങ്കിലും കോൺഗ്രസ് ആരെങ്കിലും അടർത്തിയെടുക്കാനോ അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടത്താനോ ഒക്കെ ഉള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. ഒരു പരീക്ഷണം, പാലക്കാടൻ മോഡൽ പരീക്ഷണം നിലമ്പൂരിൽ നടത്തിയതിനെ കുറിച്ച് ചിലപ്പോൾ ആലോചിച്ച് വരാം. എന്നാൽ അൻവർ പറയുന്ന വാക്കുകൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഇടത് മുന്നണിയോ CPIMO ഇനി മുന്നോട്ട് പോകില്ല. കാരണം അവർക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ PV അൻവറിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയതാണ്. കാരണം ആ ഇടത് മുന്നണിയുടെ അമരക്കാരൻ എന്ന് പറയുമ്പോഴേക്കും മുഖ്യമന്ത്രിയാണ്.
ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും കുറ്റം പറഞ്ഞുകൊണ്ട് തള്ളി പറഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പിലെ പോലീസ് സേനയ്ക്കെതിരെ വലിയ തരത്തിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് നിന്ന സമയത്താണ് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും PV അൻവറിനെ പുറത്താക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു PV അൻവറിനെ ഒരു വലിയ നിർണായക ശക്തിയായി നിലമ്പൂരിൽ കാണേണ്ട എന്ന നിലപാട് തന്നെയാണ് LDF എടുത്തിരിക്കുന്നത്, CPIM എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻവറുമായി ഒരിക്കലും ഇനി യോജിച്ചു പോകില്ല. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ, അതായത് CPIM-ൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ ഒന്നുകൂടി ചിന്തിക്കും, ഒന്നുകൂടി വിലയിരുത്തും, ഒന്നുകൂടി മനസ്സിലാക്കി മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോവുക. MS. ശരി, നിലമ്പൂരിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ നിലയുറപ്പിച്ച് നിർത്തിയിരിക്കുന്നു. അങ്ങനെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് PV അൻവറിന്റെ എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളെയും അതിജീവിച്ചുകൊണ്ട് UDF-ന്റെ സ്ഥാനാർത്ഥിയായി